ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് എമ്പുരാനിലെ രാഷ്ട്രീയത്തെ പറ്റിയാണ്. സിനിമ ഇറങ്ങി സിനിമയുടെ റിവ്യൂവിനേക്കാൾ അല്ലെങ്കിൽ റിവ്യൂ കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലും വാർത്താമാധ്യമങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് എമ്പുരാനിലെ രാഷ്ട്രീയം. ശരിക്കും ഇതിനുള്ള എന്തെങ്കിലും ആ സിനിമയ്ക്കകത്തുണ്ടോ, എന്താണ് ഇതിൻ്റെ ഒരു സത്യകഥ എന്നുള്ള വിഷയങ്ങളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. എന്താണ് ഈ സിനിമയുടെ രാഷ്ട്രീയം? ഇതിൻ്റെ ആദ്യത്തെ ഒരു 15-20 മിനിറ്റിൽ ഗുജറാത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് കഥയുടെ ഇതിവൃത്തം. അതായത് ഗുജറാത്തിൽ നമ്മൾ കലാപം നടക്കുന്നു. അപ്പോൾ അതിലൊരു വലിയ ഹിന്ദു വീടിൻ്റെ അകത്ത് അവിടുത്തെ വീട്ടമ്മ തന്നെ കുറേ മുസ്ലിം കുടുംബങ്ങൾക്ക് ആശ്രയം കൊടുക്കുന്നു, ഒളിച്ച് അവരെ താമസിപ്പിക്കുന്നു. പക്ഷേ ഇതറിഞ്ഞ ഹിന്ദു തീവ്രവാദികൾ അവിടെ വരികയും ഈ വീട് തകർത്ത് ആ വീട്ടിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരെയും വകവരുത്തുകയും ചെയ്യുന്നു. പിന്നീട് ഈ വക വരുത്തുന്ന വില്ലൻ ക്യാരക്ടർ ഇന്ത്യയുടെ ഹോം മിനിസ്റ്ററായി മാറുന്നു. ഇതാണ് ഈ സിനിമയുടെ ഒരു 15 മിനിറ്റിലത്തെ ഒരു സ്റ്റോറി ലൈൻ. ഇപ്പോൾ ഉണ്ടാകുന്ന ചർച്ചയും വിഷയങ്ങളും എല്ലാം തന്നെയും ഇതിനെ ചുറ്റിപ്പറ്റിയാണ്. എന്താണ് ഇതിലെ സത്യാവസ്ഥ? ഒന്നാമത്തെ കാര്യം, ഇതിലെ കഥാപാത്രങ്ങൾ, ഈ സിനിമയിലെ സെൻട്രൽ ക്യാരക്ടേഴ്സ് വരുന്ന ആൾക്കാർ എബ്രാം ഖുറേഷിയും സയ്യിദ് മസൂദുമാണ്. 2 മുസ്ലിം കഥാപാത്രങ്ങളാണ് സെൻട്രൽ ക്യാരക്ടേഴ്സായിട്ട് വന്നത്. അവരുടെ പെർസ്പെക്റ്റീവിൽ നിന്നാണ് ആ സ്റ്റോറി കാണിക്കുന്നത്. അവരുടെ സപ്പോർട്ടീവായിട്ടാണ് ആ സ്റ്റോറി കാണിക്കുന്നത്. ഇങ്ങനെ ഇത് കാണിക്കാൻ പറ്റൂ. ഇതിൻ്റെ അകത്തൊന്നും നമുക്ക് തൊലി ഉരിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ നമ്മളെ വ്രണപ്പെടുത്തുന്ന ഒരു കാര്യമില്ല. ഇത്രയും വ്രണപ്പെടുന്ന കാര്യങ്ങളുണ്ടായിരുന്നുവെങ്കിൽ മലയാളികൾ ഇതിനു മുമ്പ് വന്ന സിനിമകൾ എണ്ണം പറഞ്ഞ് നമുക്ക് എക്സാമ്പിൾ പറഞ്ഞുതരാം. നിർമ്മാല്യം സിനിമയുടെ ക്ലൈമാക്സിൽ PJ ആൻ്റണിയുടെ ഒരു രംഗമുണ്ട്. അദ്ദേഹം അത്രയും കാലം വെളിച്ചപ്പാടായി നിൽക്കുകയും അതിൽ നിന്നും തനിക്ക് ഒന്നും ആവാൻ പറ്റില്ല, അതിൻ്റെ ഫാമിലിക്ക് ഒന്നും ആവാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം ചെയ്യുന്ന ഒരു ആക്ഷനുണ്ട്. ആ ആക്ഷൻ ഇന്നുള്ളവർ കണ്ടു കഴിഞ്ഞാൽ കണ്ടം വഴി 5 റൗണ്ട് ഓടേണ്ടി വരും. അത്രയും വലിയ ആക്ഷനാണ്. അതോ പോട്ടെ, MK സാനുവിൻ്റെ ഒരു പുസ്തകമുണ്ട്. എനിക്ക് ഇവർ ലോകത്തെ സ്നേഹിച്ചവരെന്നോ മറ്റോ ആ ബുക്കിൻ്റെ പേര്, എനിക്ക് കൃത്യമായിട്ടുള്ള പേര് ഓർമ്മയില്ല. ആ ബുക്കിൽ ഒരു കഥയുണ്ട്. വയലാറിനെ കുറിച്ചാണ് ആ കഥ. അപ്പോൾ വയലാർ സിനിമകൾക്കെല്ലാം വളരെ തിരക്ക പിടിച്ച് പാട്ടൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അദ്ദേഹത്തിനോട് നാടകങ്ങൾക്കും അദ്ദേഹം പാട്ട് എഴുതുന്നുണ്ട്, സിനിമകൾക്കും അദ്ദേഹം പാട്ടൊക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുക അദ്ദേഹത്തിന് ഒരു നാടകത്തിൽ നിന്ന്, ഒരു കമ്മ്യൂണിസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു നാടകത്തിന് ആൾക്കാർ വന്നിട്ട് ഒരു പാട്ട് വേണം, എഴുതി തരണം എന്ന് പറയുന്നു. അദ്ദേഹം പറഞ്ഞത് എഴുതി തരാം, നിങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞ് എന്നെ ഒന്ന് കണ്ടാൽ മതി, പാട്ട് ഞാൻ റെഡിയാക്കി വയ്ക്കാമെന്ന് പറയും. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് സിനിമകളുടെ വർക്കുകൾ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് നാടകത്തിൻ്റെ ആൾക്കാർക്ക് പാട്ട് കിട്ടുന്നില്ല. അവസാനം ഒരു 1-2 ഫോളോ അപ്പ് കഴിഞ്ഞ് കിട്ടാത്തതുകൊണ്ട് അദ്ദേഹത്തിന് നേരിട്ട് കാണാനായിട്ട് വരുന്നു. അപ്പോൾ അദ്ദേഹം വേറൊരു സിനിമയിലെ ഡിസ്കഷനിലാണ്, വേറൊരു പാട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ പാട്ടാണ് ശബരിമലയിൽ തങ്ക സൂര്യോദയം എന്ന് പറഞ്ഞിട്ട് മധുവൊക്കെ നിന്ന് പാടുന്നു, ഫേമസ് പാട്ട്. ആ പാട്ട് അദ്ദേഹം പേപ്പറിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ സാർ ഇതുപോലെ നാടകത്തിൻ്റെ ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട്, ഒന്ന് കാണാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് വരാൻ പറയുമെന്ന് പറഞ്ഞു. അവർ വരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, സാർ നാടകത്തിൻ്റെ ഫൈനൽ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, സാർ ഞങ്ങൾക്കൊരു പാട്ട് എഴുതി തരാമെന്ന് പറഞ്ഞിരുന്നു, ഇതുവരെ കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ ഈ ശബരിമലയിൽ തങ്ക സൂര്യോദയം എന്ന് പറയുന്ന പാട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന വയലാർ ആ പേപ്പറിനെ മറിച്ച് വെച്ചിട്ട് അതിൻ്റെ പുറകിൽ എഴുതുവാണ്, കൽദൈവങ്ങളെ തൊഴുന്നവരെ നിങ്ങൾ ഈ കൽപ്പണിക്കാരെ മറക്കരുത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലുള്ള ആൾക്കാരുടെ ഒരു സമൂഹത്തിൽ ജനിച്ച് വളർന്നവരാണ് നമ്മൾ മലയാളികളെല്ലാം. ഇതിലൊന്നും ഒരു കാര്യമില്ലാത്ത കാര്യത്തിനാണ് ഇത്രയും ബഹളങ്ങളും ഇത്രയും ഫ്രസ്ട്രേഷനും ഒക്കെ കാണിക്കുന്നത്. സിനിമ ബഹിഷ്കരിക്കുന്നു. എന്തിന് സിനിമ? 90കളിലുള്ള മലയാള സിനിമ നിങ്ങൾ നോക്കി നോക്കൂ. സുരേഷ് ഗോപിയിലെ സിനിമകൾ, ഏകലവ്യൻ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ പുള്ളി വന്ന് തകർത്തടിക്കുവാണ്. അന്ന് ചന്ദ്രസ്വാമി എന്ന് പറയുന്ന ഒരു കറപ്റ്റായിട്ടുള്ള ഒരു സ്വാമിയെ ബേസ് ചെയ്തിട്ടാണ് നരേന്ദ്രപ്രസാദിൻ്റെ ക്യാരക്ടർ എഴുതിയിരിക്കുന്നത് തന്നെ അദ്ദേഹം. ഇനി ഈ സിനിമകളിലെല്ലാം ഇപ്പം നായകൻ്റെ മതം എന്താണ്, വില്ലൻ്റെ മതം എന്താണ്, അവരുടെ ആക്ട് എന്താണ്, ഇങ്ങനെയൊന്നും നമുക്ക് കോറിലേറ്റ് ചെയ്ത് കാണാൻ പറ്റില്ല. ധ്രുവം എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ സിനിമ, ജോഷി ഡയറക്ടർ സിനിമ. മന്നാടിയാർ ക്ഷത്രിയനാണ്, മന്നാടിയാർ ഹിന്ദു ആയൊരു ഹീറോ ഫിഗറാണ്. ഹൈദർ എന്ന് പറയുന്ന വില്ലൻ ക്യാരക്ടർ അന്ന് മദിനിയെ റെഫറൻസ് ചെയ്ത ഒരു ക്യാരക്ടറാണ്. ഇവിടെ ആർക്കും ഒന്നും തോന്നിയില്ല. ആ സിനിമ സൂപ്പർ ഹിറ്റായി. സിനിമ സൂപ്പർ ഹിറ്റ് ആവുക, ബമ്പർ ഹിറ്റ് ആവുക, അത് സിനിമയുടെ ക്വാളിറ്റി, മേക്കിംഗ്, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ എല്ലാ കാര്യത്തിലും നമ്മൾ മതം നോക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ മതവികാരം ഇതിൽ വ്രണപ്പെട്ടു എന്ന് പറഞ്ഞ് ചിന്തിക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാകുന്നില്ല എന്നല്ല, അങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. നമുക്കതിനെതിരെ പ്രതികരിക്കുക. ഒരു കൊമേഴ്ഷ്യൽ മാസ് മസാല എൻ്റർടൈനർ മൂവിക്കകത്ത് ഇങ്ങനെ ഒരു സംഭവം കാണിച്ചു, ഇതെന്തിനാണ് കാണിച്ചു, ഇതിൻ്റെ ബാക്ക് ഡ്രോപ്പിൽ ട്രെയിനിൽ തീപിടുത്തം കാണിക്കാതെ എന്താണ്? അതല്ല അവിടുത്തെ വിഷയം. സയ്യിദ് മസൂദ് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഒരു ബിൽഡപ്പ്, ആ ബിൽഡപ്പിന് കൊടുത്തിരിക്കുന്ന ഒരു സീനാണത്. ആ സീൻ ഇങ്ങനെ കാണിക്കാൻ പറ്റൂ, അല്ലാതെ വേറൊന്നും കാണിക്കാൻ പറ്റില്ല. അല്ലാണ്ട് ഹിന്ദു മതത്തിൽപ്പെട്ട ഒരാൾ വില്ലനായി വരുന്നു, ഇത് തെറ്റാണ്, ഈ ഇൻസിഡൻറ്റ് തെറ്റാണ്, അത് തെറ്റായിട്ട് കാണിച്ചിരിക്കുന്നത്. ആ ഇൻസിഡൻറ്റിനെ പറ്റി ഉള്ളതല്ല സിനിമ എൻ്റയർലി വേറെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നതായിട്ട് സിനിമയാണ്. ആ ഇൻസിഡൻറ്റുമായിട്ട് ഒരു ലൈനിൽ പറഞ്ഞു പോകുന്ന ഇത് മാത്രമേ ഉള്ളൂ.
എഴുതിയ മുരളി ഗോപി പോലും വിചാരിച്ചു കാണില്ല ഇതിന് ഇത്ര ഇമ്പാക്റ്റ് വരുന്നു. സുരേഷ് ഗോപിയൊക്കെ 90കളിലെ സിനിമകളിൽ കരുണാകരൻ, ഉമ്മൻചാണ്ടി ആ സമയത്തുണ്ടായിരുന്ന നേതാക്കളൊക്കെ എടുത്തിട്ട് അലക്കുവാണ് തെക്കും വടക്കുമായിട്ട്. പുള്ളിയുടെ സിനിമകളിലെല്ലാം ദ കിങ്ങിൽ മമ്മൂക്കയുടെ ക്യാരക്ടർ, അതിൽ രാജൻ പി ദേവിൻ്റെ അനന്തരവനായി വരുന്ന മുരളിയുടെ ക്യാരക്ടർ അന്നത്തെ പൊളിറ്റിക്കൽ ഫിഗേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്ത ഒരു ക്യാരക്ടറാണ്. അന്ന് അത്തരം കാര്യങ്ങളിലൊന്നും ഉണ്ടാകാത്ത ഒരു ചേതോ വികാരം, ഇതൊക്കെ ആ ചേതോ വികാരം ഉണ്ടാകുന്നത് വെറും തെറ്റാണ്. ഇല്ലാത്തൊരു ഇൻസിഡൻറ്റിൽ നിന്നും ഒരു തീ പോലും ഇല്ലാത്തടത്ത് ഊതി തീ ഉണ്ടാക്കി അതിനെ കാട്ടുതീയാക്കി മാറ്റുക എന്നുള്ള ഒരു ലൈനിൽ പോകുന്ന സാധനമാണ്. ഇതിനൊന്നും നമ്മൾ തലവെച്ച് കൊടുക്കാൻ പാടില്ല. നമുക്ക് നമ്മുടെ മതവിശ്വാസമാവാം, ഈശ്വരവിശ്വാസമാവാം, രാഷ്ട്രീയമായ തീരുമാനങ്ങളാവാം, രാഷ്ട്രീയമായ വിശ്വാസങ്ങളാവാം, എല്ലാം ഒരു കണക്കിന് വേണം. കണക്കിനാകുമ്പോൾ എല്ലാം ബാലൻസ്ഡ് ആയിട്ട് പോകും. അധികമായാൽ അമൃതും വിഷമെന്നാണ് പറയുന്നത്. എല്ലാം ഒരു കണക്കിന് വേണം. ഇത്തരം കാര്യങ്ങളൊന്നും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ ഓവറായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ഇത്തരം തത്വങ്ങൾക്കും ശാസ്ത്രങ്ങൾക്കും എല്ലാം അടിമപ്പെട്ടു. അത് മതമായാലും ശരി, രാഷ്ട്രീയമായാലും ശരി, നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, നിങ്ങൾ അമ്പലത്തിൽ പോയിക്കോ, പള്ളിയിൽ പോയിക്കോ, നിസ്കരിച്ചോ, പ്രാർത്ഥിച്ചോ, അതൊന്നും ഒരു പ്രശ്നമേ അല്ല. അതൊക്കെ നമുക്ക് മനുഷ്യനെന്നുള്ള എക്സിസ്റ്റൻസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതിനുമപ്പുറം ചുറ്റുപാടും കാണുന്ന എന്തിലും മതമുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു പോയി കഴിഞ്ഞാൽ ജീവിതം വളരെ ബുദ്ധിമുട്ടാവും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. 1900 കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ പല ഭാഗത്തും മതപരമായ പല വിഷയങ്ങളും നടക്കുമ്പോഴും കേരളത്തിൽ സാമൂഹ്യപരമായ പരിവർത്തനങ്ങളായിരുന്നു. നമ്മൾ വിദ്യാഭ്യാസത്തിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. തന്നെക്കാൾ വിദ്യാഭ്യാസം തൻ്റെ മക്കൾക്ക് കിട്ടണമെന്ന് ഓരോ ജനറേഷനിലെ അച്ഛനും അമ്മമാരും മുണ്ടുമുറുക്കി ഉടുത്ത് കൂടുതൽ കാര്യങ്ങൾ മക്കൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടാണ് ഇത്രയും പ്രബുദ്ധമായൊരു സമൂഹം നമുക്ക് ചുറ്റും കേരളത്തിലുണ്ടായിരിക്കുന്നത്. നമുക്കതിൽ അഭിമാനിക്കാം, തീർച്ചയായിട്ടും അഭിമാനിക്കാം. ഇന്ത്യക്കാരനെന്നുള്ള നിലയിൽ നമുക്ക് അഭിമാനിക്കാം, ഒരു കേരളീയൻ എന്നുള്ള നിലയിൽ അഭിമാനിക്കാം. അതിൻ്റെ 100% നമ്മളിന്ന് കേരളം അനുഭവിക്കുന്ന എല്ലാ സൗകര്യങ്ങളുടെയും 100% ഡെഡിക്കേഷൻ കൊടുക്കേണ്ടത് ഓരോ രക്ഷകർത്താക്കൾക്കുമാണ്. കാരണം താൻ 5 വരെ പഠിച്ചുള്ളൂ, അപ്പോൾ തൻ്റെ മകൻ ഡിഗ്രി വരെ പഠിക്കണം, തൻ്റെ മകൻ ഞാൻ ഡിഗ്രി വരെ പഠിച്ചുള്ളൂ, തൻ്റെ മകൻ അതിനും വലിയ ആളാണ്, മകൾ അതിലും വലുതായിട്ട് പഠിക്കണം എന്നൊക്കെ ചിന്തിച്ച ഓരോ അച്ഛനമ്മമാരുടെയും റിസൾട്ടാണ് നമ്മൾ കാണുന്ന വളരെ ഹൈ ആയിട്ടുള്ള തോട്ട് പ്രോസസ്സുള്ള ഒരു സമൂഹം. ആ സമൂഹം ഇങ്ങനെ ഇത്തരം ചെറിയ സിമ്പിൾ കാര്യങ്ങൾക്ക് പോയി തലവെച്ച് കൊടുക്കുകയും അതിലൊന്നും പോയി അതിലൊന്നും പോയി അടിമപ്പെടുകയും ചെയ്തു. 40-50 വയസ്സായ ആൾക്കാരുടെയൊക്കെ ചിന്താഗതികൾ മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് കൂടുതലും പറയാനുള്ളത് യുവാക്കളായിട്ടുള്ള ഒരു 15 വയസ്സ് തൊട്ട് ഒരു 30 വയസ്സ് വരെയൊക്കെയുള്ള ആൾക്കാരെക്കുറിച്ചാണ്. നമുക്ക് ചെയ്യാം. ദ വേൾഡ് ഈസ് പ്രിറ്റി ലാർജ് ടു കോൺകർ. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലുതാണ് ലോകം, അവസരങ്ങളുടെ ലോകമാണ്. നിങ്ങൾക്കുള്ള വിശ്വാസങ്ങളും രാഷ്ട്രീയ സമീപനങ്ങളും എല്ലാം നമുക്ക് കീപ്പ് ചെയ്യാം. പക്ഷേ ചുറ്റുപാടുമുള്ള ഇത്തരം കാര്യങ്ങളിൽ പോയി വീഴുകയോ ഇതിനൊന്നും പോയി അടിമപ്പെടുകയോ ചെയ്യാൻ പാടില്ല. ഒരു സിനിമയാണ്, ആ സിനിമയിലൊരു സാധനം കാണിച്ചു, അത്ര തന്നെ കഴിഞ്ഞു. അല്ലാണ്ട് അതിനും അപ്പുറത്തേക്ക് അതിൻ്റെ ഡയറക്ടറിനും അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററിനും എന്തെങ്കിലും ഒരു പൊളിറ്റിക്സ് പറയാനുണ്ടായിരിക്കും. അവരാ പൊളിറ്റിക്സ് പറഞ്ഞു, അവിടെ കഴിഞ്ഞു. ഇതിനേക്കാളും വലിയ പൊളിറ്റിക്സ് പറഞ്ഞ സിനിമകൾ നമ്മൾ 2 കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. സന്ദേശം പോലുള്ള ഗംഭീര പടങ്ങൾ, ലാൽ സലാം പോലുള്ള സിനിമകൾ ഒരു പാർട്ടിയെയും അതിൻ്റെ അടിസ്ഥാനപരമായ ചില സിദ്ധാന്തങ്ങളെയൊക്കെ നമ്മളുടെ ഫ്രണ്ടിലേക്ക് കംപ്ലീറ്റ്ലി കൊണ്ടുവരിക, എന്താണ് അതിൽ തെറ്റാണെന്ന് പറയുന്നത്. ഒരു പാർട്ടിയില്ല, എല്ലാ പാർട്ടികളിലും വരവേൽപ്പ്, ഇങ്ങനെ എന്തെല്ലാം സിനിമകൾ. ഞാൻ പറഞ്ഞില്ല, ഓരോ സിനിമയ്ക്കും ഇതിന് രാഷ്ട്രീയമുണ്ട്, അങ്ങനെ ഉണ്ട്, ഇങ്ങനെയുണ്ട് എന്നൊന്നും പറഞ്ഞ് മതമുണ്ട് എന്നൊന്നും പറഞ്ഞ് കാണാതിരിക്കുക. ഹിന്ദുക്കളായ വില്ലന്മാരും ക്രിസ്ത്യൻകളായ വില്ലന്മാരും മുസ്ലിമുകളായ വില്ലന്മാരും ഹിന്ദുക്കളായ നായകന്മാരും മുസ്ലിം നായകന്മാരും എല്ലാവരും ഉണ്ടാവട്ടെ. അതല്ലേ സിനിമ. ഇത് വെറും സിനിമയാണ്. നമ്മൾ അതിൻ്റെ അകത്ത് സിനിമയെ കാണുന്നതിനെ കാണുക, അതിനപ്പുറത്തേക്ക് പോയിരിക്കുക. പ്രകോപനപരമായ സിനിമകൾ അത്തരം വാർണിങ്ങോടെയായിരിക്കും വരുന്നത്. ഇത് പ്രകോപനപരമായ സിനിമയാണ്, ഇതിൽ നിങ്ങൾ അത്തരം സിനിമകൾ നമ്മൾ കാണാതിരിക്കുക. അല്ലാണ്ട് ഒരു കൊമേഴ്ഷ്യൽ എൻ്റർടൈനറിൽ പോയിട്ട് ഇത് പ്രശ്നമാണ്, അത് പ്രശ്നമാണ്, ഇവിടെ ഞാനിത് ബഹിഷ്കരിക്കും, ഇതൊന്നും ഒരു കാര്യമില്ല. അത്തരം ചിന്താഗതികൾ നമ്മൾ കാണിക്കുമ്പോൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് വരുന്ന തലമുറയ്ക്കും കൂടെ നമ്മൾ ആ തോട്ട് പ്രോസസ്സ് ഒരു താലത്തിൽ വെച്ചങ്ങ് കൊടുക്കുകയാണ്. ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഈ ലോകത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും സയൻസും ടെക്നോളജിയൊക്കെ പ്രോഗ്രസ് ആവുന്ന കാലത്ത് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനും മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യാനും ഒക്കെ പഠിക്കണം. ഈശ്വര വിശ്വാസം വേണമെന്നില്ല, ഈശ്വരൻ തീർച്ചയായിട്ടും വേണം. വലിയൊരു ഈശ്വര വിശ്വാസിയായ ഒരാളാണ് ഞാൻ. ഞാൻ ലൂസിഫറിൻ്റെ ട്രെയിലർ റിവ്യൂ ഇട്ടപ്പോൾ എനിക്ക് ആ സിനിമയുടെ ട്രെയിലർ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ആ ട്രെയിലറിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് സിനിമയുടെ റിവ്യൂ വന്നപ്പോഴും പലരും പറയുന്നത്. ഇട്ടപ്പോൾ ഉടനെ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നത് ഇവൻ കറാച്ചിയാണ്, ഇവൻ സുഡുവാണ്. എൻ്റെ വേറെ ബോട്ട്സ് ഞാൻ എൻ്റെ ചാനലിൽ കൂടെ പറയാറില്ല.
എന്നെക്കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാരാണ് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവന് മറ്റൊരു സൈഡിൽ നിന്ന് അഭിപ്രായം പറയുകയാണെങ്കിൽ ഉടനെ അങ്ങ് ലേബൽ ചെയ്യുവാണ്, ഇതാണ് അതാണ് എന്നുള്ളതിൽ. അത്തരം കാര്യങ്ങൾക്കൊന്നും പോകാതിരിക്കുക. നമുക്ക് വളരെ ഹൈ വാല്യൂ ഉള്ള ഒരു സൊസൈറ്റിയിലുള്ള ആൾക്കാരാണ് നമ്മുടെ ചിന്താധാര വളരെ വലുതാണ്, വളരെ വൈഡാണ്. അപ്പോൾ അത്തരത്തിൽ ചിന്തിക്കുക, സിനിമയെ സിനിമയായിട്ട് കാണാൻ ശ്രമിക്കുക. അതിനും അപ്പുറത്തേക്ക് ആവശ്യമില്ലാത്ത പൊളിറ്റിക്സും രാഷ്ട്രീയവും ഒന്നും കൊണ്ട് ചേർക്കാതിരിക്കുക. ചാനലിൻ്റെ ബാക്കിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റ് ഒരു സെൻറ്റൻസ് ഉണ്ട്, മാ വിദുഷാവഹേ, നോ ആങ്സ്റ്റ് ബിറ്റ്വീൻ അസ്. അത് അബ്സല്യൂട്ട്ലി ഇത്തരം പ്രിൻസിപ്പിൾസൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് വഴക്കും അടിയുമ്പോഴോ ഒന്നും ഉണ്ടാക്കാതെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി കൂടുതൽ ലോകത്തിൻ്റെ നടക്കുന്ന സംഭവവികാസങ്ങളൊക്കെ പറ്റി മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എനിക്കിത്രയും പറയണമെന്ന് തോന്നി. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിരിക്കും. ബൈ.